ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന, അവിടുന്ന് നമ്മളോട് സൂക്ഷിക്കാൻ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ വന്നല്ലോ. നമ്മളിന്ന് അനുഭവിക്കുകയാണ്. അവിടുന്ന് നമ്മളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുകയാണ്. മുത്തുനബി തങ്ങൾ നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവനും ഇന്ന് നമ്മൾ കാണുകയാണ്. മിൻ അശറാത്തി സാഅത്തി അയ്യുഖില്ലൽ ഇൽമു, ഇൽമു നന്നായി കുറഞ്ഞു പോകും, അറിവുള്ളവർ കുറഞ്ഞു പോകും. ഉലമാഇന്റെ വേഷധാരികൾ ധാരാളം ഉണ്ടാകും, പക്ഷേ അറിവുള്ളവർ കുറവാണ്. തഹ്ഖീഖുള്ള ആലിമീങ്ങൾ കുറവാണ്. ഇൽമുകൾ കുറഞ്ഞു പോകും. വയൽഹറുൽ ജഹ്ലു, വിവരക്കേടുകൾ വ്യാപകമാണ്. ദീനിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ദീനിൻ്റെ ആളുകളായി സംസാരിക്കുന്നത് കാണാം. അറിവില്ലാത്ത ആളുകൾ ദീന് പറയുന്നത് കാണാം. അറിവില്ലാത്ത മുഫ്തിമാർ വരുന്നത് കാണാം. അറിയില്ലാത്ത ആളുകൾ ഖാദിമാരായി വരുന്നത് കാണാം. ഇങ്ങനെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അറിവില്ലാത്തവരായി വരുന്നത് നമുക്ക് കാണുകയാണ്. ഹബീബായ തങ്ങളുടെ പ്രവചനം നോക്ക്. എന്നാൽ അവിടെന്ന് പറയുന്നു, വയൽഹറുസിനാ, വ്യഭിചാരം വർദ്ധിക്കുന്നു. നാടുനീളെ വ്യഭിചാരങ്ങൾ വരുന്നു. അതൊരു പ്രശ്നമല്ലാത്ത കാര്യമായി മാറുന്നു. അതൊരു തിന്മയായി ആളുകൾക്ക് തോന്നുന്നില്ല. പുരുഷനും സ്ത്രീയും രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്നൊരു പ്രശ്നമല്ല. ഒരാൾക്കും അത് തടയാൻ പാടില്ല. അങ്ങനെ തടയുന്ന ആളുകൾ കുറ്റക്കാരാണ്. സദാചാര പോലീസ് എന്നവർക്ക് പേര് വെച്ച് നമ്മൾ അവരെ കുറ്റം ചുമത്തുകയാണ്. അത്രമേൽ വ്യഭിചാരം വ്യാപിക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എല്ലാ അന്ത്യനാളിൻ്റെ വിശേഷണങ്ങളും നമ്മൾ ഇന്ന് നേരിട്ട് അനുഭവിക്കുകയാണ്. അവിടുന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് പറയുന്നു. രാജ്യത്ത് എത്ര കൊലപാതകങ്ങളാ ദിനേന നമ്മൾ കാണുന്നത്. അതൊരു വാർത്തയെ ആകുന്നില്ല. എങ്ങനെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ലയകൂന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഖംറ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ മദ്യം ഹലാലാക്കുന്നു. സ്വഹാബത്തിന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഓ നബിയേ, ആ വിഷയമൊക്കെ മദ്യത്തിൻ്റെ വിഷയം റബ്ബ് തീരുമാനം പറഞ്ഞതാണല്ലോ, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നതാണല്ലോ. പിന്നെ ആ ജനങ്ങൾ എങ്ങനെയാണ് അവർ ഹലാലാക്കുന്നത്? അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. കള്ളിൻ്റെ വിഷയത്തിൽ മദ്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ജനങ്ങളതെങ്ങനെ ഹലാലാക്കുകയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അവർ മദ്യമിങ്ങനെ കുടിക്കുന്നു, അവർ മദ്യപാനത്തിൽ ഏർപ്പെടുന്നു. എന്നിട്ടോ അവർ മദ്യത്തിന് വ്യത്യസ്ത നാമങ്ങൾ പ്രയോഗിക്കുകയാണ്. അവർ കുടിക്കുന്നത് കള്ളെന്ന പേരിലല്ല, ഖംറെന്ന പേരിലല്ല, അവർ വ്യത്യസ്ത നാമങ്ങൾ ചെയ്തവർ ഹലാലാക്കുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇന്ന് മദ്യപാനം പറ്റുമല്ലോ, വിരോധന നീങ്ങിപ്പോയല്ലോ. മക്കയിലും മദീനയിലും പോലും സുലഭമാകുന്ന സാഹചര്യം വന്നുപോയല്ലോ. അന്ത്യനാടിൻ്റെ ലക്ഷണമായി മുത്തുനബികൾ പറയുകയാണ്, മദ്യപാനം വർദ്ധിക്കുന്നു, സ്ത്രീകളുടെ രംഗപ്രവേശനം വരുന്നു. ഇതൊന്നും വിശദീകരിക്കുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞത് മുഴുവനും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, തുഅ്മറുൽ മലായിബു വതുഖറബുൽ മസാജിദു, കളിക്കളങ്ങൾ മുഴുവനും സജീവമാകുന്ന കാലം വരും, ഗ്രൗണ്ടുകൾ സജീവമാകുന്ന കാലം വരും. പള്ളികൾ മണിമാളികകൾ പോലെ, കൊട്ടാരങ്ങൾ പോലെ പള്ളികൾ ഉയർന്നു വരും. പക്ഷേ നിസ്കരിക്കാനാളില്ല. പള്ളിയുടെ പരിസരത്തൂടെ നടക്കുന്നവർക്ക് പോലും ഒരു 2 റക്അത്ത് നിസ്കരിക്കണമെന്ന ബോധം വരില്ല. എന്നാൽ പള്ളികൾ വലിയ മണിമാളികകളാണ്. അതുപോലെ ഹബീബ് തങ്ങൾ പറയുകയാണ്, തുഅ്മറുൽ മലായിബു, ഗ്രൗണ്ട്
ഗ്രൗണ്ടുകൾ മുഴുവനും നിറഞ്ഞു കവിയുകയാണ്. നിങ്ങളൊന്ന് നമ്മുടെ മലപ്പുറം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും ഒന്ന് സഞ്ചരിച്ചു നോക്ക്. രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ 2 മണിക്കും 3 മണിക്കും നമ്മുടെ ഗ്രൗണ്ടുകളിൽ നമ്മുടെ ചെറിയ മക്കൾ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. അവിടെ വീടുകളിൽ നിന്ന് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് വിഷമമില്ല, അവർക്ക് പ്രയാസമില്ല. ആ കൂട്ടുകാരൻ പോയി കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ടോ? തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വരുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ യുവാക്കൾ മുഴുവനും ഗ്രൗണ്ടുകളിൽ നിറഞ്ഞ് കവിയുകയല്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ കാണുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിസ്കാരത്തെ പുച്ഛമായി കാണുന്ന കാലം വരും, നിസ്കാരത്തെ ചെറുതായി കാണുന്ന കാലം വരും, നിസ്കരിക്കാൻ ആളുകൾ പള്ളിയിൽ ഇല്ലാത്ത കാലം വരും. നിങ്ങൾ നോക്ക്, പണ്ടുകാലത്ത് നമ്മൾ സൗദിയിൽ പോയാൽ, നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നാൽ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ മുഴുവനും കടകളും അടക്കുകയാണ്. അസ്വലാ സ്വലാ എന്ന് പറഞ്ഞ് മുഴുവനും ഷട്ടറുകളും താത്തുകയാണ്. ഇതാരുടെ സംസ്കാരമാണ്? അത് സ്വഹാബത്തിൻ്റെ സംസ്കാരമാണ്. മദീന പള്ളിയിൽ സ്വഹാബത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ മദീനത്തെ സ്വഹാബത്ത് മുഴുവനും അവിടുന്ന് ടൗണിൽ ജീവിക്കുന്ന സ്വഹാബത്ത് മുഴുവനും കച്ചവടക്കാരായ സ്വഹാബത്ത് അവരിങ്ങനെ മാറി മാറി പറയുന്നു സ്വലാ സ്വലാ. എല്ലാവരും ഇങ്ങനെ കൈമാറിയിട്ട് മുഴുവനും ഷട്ടറുകളും അടച്ച് അവർ പള്ളിയിലെത്തുന്നു. എന്നാൽ ആ സംസ്കാരം പോയി. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരാൺകുട്ടികളാണ്. റിജാലുൻ, അവർ യഥാർത്ഥ യുവാക്കളാണ്, അവർ ധീരരായ പുരുഷരാണ്. അത് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർക്ക് അല്ലാഹുവിൻ്റെ നിസ്കാരത്തെ തൊട്ട് അവരെ കച്ചവടം അവരെ ശുഗിലാക്കുന്നില്ല. കച്ചവടം തടസ്സമല്ല, അവരുടെ ജോലികൾ തടസ്സമല്ല, അവരുടെ ബിസിനസ്സുകൾ തടസ്സമല്ല. അവർ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. എന്തേ അതിന് കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കൽബും കണ്ണുമൊക്കെ മറഞ്ഞു പോകുന്നൊരു ദിവസം വരാനില്ലേ? ആ ദിവസത്തെ പേടിക്കുന്നവരാണവർ. ആ സ്വഹാബത്ത് അവർ കണ്ടില്ലേ, അവരുടെ ശീലമാണ് നിസ്കാരമായാൽ കടകളടച്ച് അവിടെ പള്ളിയിലേക്ക് പോവുകയാണ്. വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ഓടി വരികയാണ്. ആ സംസ്കാരം നിന്നുപോയി. ഇന്ന് നമ്മൾ പോയാൽ നിസ്കാരത്തിൻ്റെ സമയത്ത് വേണ്ടവർക്ക് പള്ളിയിൽ പോവാം, അല്ലാത്തവർ കച്ചവടം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇങ്ങനെ നിസ്കാരം പുച്ഛമാകുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞ മുഴുവൻ വിശേഷണങ്ങളും വരുന്നു. അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളായി ഹബീബ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഉമ്മമാരെ തഴയുന്നു, വാപ്പഴെ അവഗണിക്കുന്നു, കൂട്ടുകാർക്ക് പ്രാധാന്യം നൽകുന്നു. എല്ലാം നമ്മൾ കാണുക. മുത്തുനബി തങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകാരനാണ്. നമ്മളോട് നരകത്തെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. ഖബറിൻ്റെ ഭയാനകത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണത്തിൻ്റെ വെപ്രാളം നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മളോട് എത്ര ഉപദേശങ്ങളാ നടത്തിയത്. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വനദീറാ, അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പുകാരനാണ്. കണ്ടില്ലേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൂടെയുണ്ട്. രണ്ടുപേരും ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുത്തുനബി തങ്ങൾ അടുത്തേക്ക് വന്ന് കരയുകയാണ്. അവിടുന്ന് വിങ്ങി വിങ്ങി
വിങ്ങിക്കരയുമ്പോൾ ചോദിക്കുന്നു, അല്ല കൂട്ടുകാരാ എന്തുപറ്റി? മാത അബീ വലൈസ ലഹു കഫ്നുൻ വലാ ഗാസിൽ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഉപ്പയെ മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ല നബിയേ, അവിടുത്തെ കഫം ചെയ്യാൻ ആളില്ല നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു വിടുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞു വിടുന്നു. രണ്ടുപേരും ചെറുപ്പക്കാരൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടുന്ന് കട്ടിൽ കിടത്തിയ ജനാസ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ആ തുണി അങ്ങെടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് കഅന്നഹു കൽ ഖിൻസീർ, കിടക്കുന്നതൊരു പന്നിയുടെ രൂപമാണ്. ഒരു പന്നിയുടെ രൂപം കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾ അങ്ങ് വിങ്ങിക്കരഞ്ഞുപോയി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുപോയി. രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ബഹജത്തുൽ അൻവാറിൽ ഈ സംഭവം കാണാം. അവിടെ നിന്ന് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വരികയാണ്. മദീനത്തെ പള്ളിയിൽ വന്ന് നബി തങ്ങളോട് കാര്യം പറയുമ്പോൾ അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ, അവിടുന്ന് വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ്, എല്ലാവരെയും പരിഗണിക്കുന്ന നേതാവാണ്, ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമം അനുഭവിച്ച നേതാവാണ്. ഹബീബായ തങ്ങൾ പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ജനാസ പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. കുളിപ്പിക്കൽ കഴിയുന്നു, കഫം ചെയ്യൽ കഴിയുന്നു. നിസ്കാരവും കഴിഞ്ഞ് ഖബറിലേക്ക് വെക്കുന്ന സമയം സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്തുണ്ട്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം വീണ്ടും അതാ കഅന്നഹു കൽ ഖിൻസീർ, ആ ചെറുപ്പക്കാരൻ്റെ പിതാവിൻ്റെ രൂപം വീണ്ടും പന്നിയുടെ രൂപമാകുന്നു. അവിടുന്ന് സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. ഹബീബായ തങ്ങൾ ആ കൂട്ടുകാരനോട് ചോദിക്കുന്നു, അല്ല മോനെ, നിന്റെ വാപ്പ ചെയ്ത തെറ്റെന്താ? ഇത്രമേൽ റബ്ബി ദുന്യാവിൽ നിന്ന് തന്നെ ശിക്ഷ കൊടുക്കാൻ മാത്രം ചെയ്ത കുറ്റമെന്താണ്? അവിടെ നിന്ന് നിന്റെ പിതാവിൻ്റെ തെറ്റെന്താന്ന് ചോദിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഹബീബായ തങ്ങളോടാ യുവാവ് പറയുകയാണ്, താരിഖുസ്സലാ, താരിഖുസ്സലാ. എൻ്റെ ഉപ്പ നിസ്കാരം ഒഴിച്ച ആളാണ്, നിസ്കാരത്തെ അവഗണിച്ചവനാണ്. കൂടി നിൽക്കുന്ന സ്വഹാബത്തിനെ വിളിച്ചിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഉൻളുറൂ ഹാലമൻ തറക്കസ്സലാ, ഉൻളുറൂ ഹാലമൻ തറക്കസ്സലാ. നിസ്കാരമൊഴിക്കുന്നവന് കിട്ടുന്ന ശിക്ഷയൊന്ന് നേരിട്ടു കാണൂ സ്വഹാബ. ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ട് സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ചെറുപ്പക്കാരെ, എത്ര വലിയ തിരക്കുള്ള സമയമാണെങ്കിലും, ഉമ്മമാരെ, വീട്ടുജോലിയിൽ നമ്മൾ മുഴുകിയവരാണെങ്കിലും, നിസ്കാരത്തിൻ്റെ സമയം വന്നാൽ നമ്മൾ നിസ്കരിച്ചേക്കണം, ഖളാ ആവരുത്. പള്ളിയിൽ പോവാൻ കഴിയുന്നവർ പള്ളിയിലെത്തി ജമാഅത്തിന് പങ്കെടുക്കണം. അന്ത്യനാളിൻ്റെ ലക്ഷണം മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തെ അവഗണിക്കുന്നു. നിസ്കാരം നമ്മൾ ക്രമപ്പെട്ടവരാണെങ്കിൽ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, കണ്ടില്ലേ, നിസ്കാരം നമ്മളെ വലിയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും, എല്ലാവിധ ഹറാമുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകും. അതുകൊണ്ട് നിസ്കാരം നമ്മൾ ക്രമപ്പെടുത്തണം. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നദീറാണ്. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ്. വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മളെ ക്ഷണിച്ച നേതാവാണ്. റബ്ബിനെ പരിചയപ്പെടുത്തിയ നേതാവാണ്. ഖാലിഖായ റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നേതാവാണ്. അല്ലാഹുവിനെ അറിയാത്ത സമുദായങ്ങൾക്ക് മുഴുവനും, ലോകത്തെ സർവ്വജനങ്ങൾക്ക് മുഴുവനും അല്ലാഹ് എന്ന ഖാലിഖിനെ പരിചയപ്പെടുത്തിയ
നേതാവാണ്. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മളെ ക്ഷണിച്ച നേതാവാണ്. മുത്തുനബി തങ്ങളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ സിഫാത്തുകൾ അറിയാൻ വഴിയില്ല, അല്ലാഹുവിനെ പരിചയപ്പെടാൻ വഴിയില്ല, റബ്ബിനറിയാൻ മാർഗമില്ല. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സിറാജം മുനീറാ, അവിടുന്ന് കത്തിജ്വലിക്കുന്ന പ്രകാശ ഗോപുരമാണ്, അവിടുന്ന് പ്രകാശമാണ്. ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും സർവ്വകാലക്കാർക്കും അവിടുന്ന് മുത്തുനബി തങ്ങൾ പ്രകാശമാണ്. അവിടുന്ന് എന്തൊരു സ്വഭാവ മഹിമയുള്ള നേതാവാണ്. അവിടുത്തെ സ്വഭാവങ്ങൾ കണ്ടില്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിയുതിമ്മ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ? സ്വഭാവങ്ങളുടെ സമ്പൂർത്തീകരണമാണ്, മാനവിക മൂല്യങ്ങളുടെ സമ്പൂർത്തീകരണമാണ്. എല്ലാ മനുഷ്യൻ്റെ അനവകാശങ്ങളും പഠിപ്പിച്ചു, എല്ലാ മാനവിക മൂല്യങ്ങളും പറഞ്ഞു തന്നു. എങ്ങനെ മുണ്ടെടുക്കണം, എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എല്ലാം പഠിപ്പിച്ചു തന്ന നേതാവാണ്. ലോകത്തിൻ്റെ മാനവിക മൂല്യങ്ങൾ മുഴുവനും പഠിപ്പിച്ച നേതാവാണ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പറഞ്ഞില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. ഓ നബിയേ, അങ്ങെങ്ങാനും പരുവരുത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, അങ്ങ് കടുത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ഒരാളും അങ്ങയുടെ കൂടെ വരില്ല, എല്ലാവരും പിന്തിരിഞ്ഞോടുമായിരുന്നു. ലോകത്തുള്ള സർവ്വജനങ്ങളിലേക്കും ഇസ്ലാം എത്തിയത് ഈ സ്വഭാവത്തിൻ്റെ മഹിമയാണ്. ഹബീബായ തങ്ങൾ കാണിച്ച സ്വഭാവ വൈശിഷ്ട്യമാണ്. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല, ലോകത്ത് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയത് വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല. മുത്തുനബി തങ്ങളെ സ്വഭാവമാണ്, അവിടുത്തെ പെരുമാറ്റമാണ്, അവിടുത്തെ വിനയമാണ്. അവിടുന്ന് അബ്ദാവാൻ താല്പര്യപ്പെട്ട നേതാവാണ്. അവിടുന്ന് വലിയ താല്പര്യപ്പെട്ട അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അത് അബ്ദ് എന്നാണ്. ഒരടിമയെന്ന് പറയുന്നത് കേൾക്കുന്നത് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അവിടുന്ന് അബ്ദാവാൻ മത്സരിച്ച നേതാവാണ്. കണ്ടില്ലേ, രാത്രി ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ രാത്രി മുഴുവനും നിന്ന് നിസ്കാരത്തിലാണ്. കാലുകൾ ഇങ്ങനെ വീർത്ത് നീര് കെട്ടിയപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ ഒന്ന് കിടന്നിറങ്ങിക്കൂടെ, അങ്ങേക്കൊന്ന് വിശ്രമിച്ചുകൂടെ? അള്ളാഹു അങ്ങേക്ക് എല്ലാ തെറ്റുകളും പുറത്തു തന്നിട്ടുണ്ട്. അങ്ങേക്കൊരു തെറ്റും സംഭവിക്കുന്ന പ്രകൃതമുള്ളവരല്ല. അമ്പിയാക്കൾ മഅസൂമുകളാണ്, അവർക്ക് പാപസുരക്ഷിതരാണ്, അവർക്ക് തെറ്റു സംഭവിക്കൽ മുഹാലാണ്, സംഭവിക്കാൻ പാടില്ല. അങ്ങനത്തെ മുത്തുനബി തങ്ങളല്ലേ. അവിടുന്ന് ആയിഷ ബീവിയോട് പറയുന്ന മറുപടി, അഫലാ അകൂന അബ്ദൻ ശകൂറാ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ഞാനൊരു അടിമയാവണ്ടേ, എനിക്കൊരടിമയാവണം. ഇതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവൻ നോക്കിയാൽ കാണാം. മദീനത്തെ പള്ളിയിലേക്ക് ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നാൽ അവർ ചോദിക്കും, അമ്മിൻകും മുഹമ്മദ്, നിങ്ങളിൽ ആരാ മുഹമ്മദ്? അറിയില്ല. സ്വഹാബത്തിന്റെ ഇടയിൽ അത്രമേൽ ഇടവഴകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയാണ്. സാധാരണക്കാരനായി ജീവിക്കുന്നു. ഖന്തക്ക് നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ അവിടുന്ന് മണ്ണ് വെട്ടുകയാണ്, കുഴിയെടുക്കുകയാണ്. സ്വഹാബത്ത് കൂടിയിട്ട് പൊട്ടാത്ത പാറക്കല്ല് വരുമ്പോ ഹബീബായ തങ്ങള് അവിടുന്ന് മുറിച്ചു കൊടുക്കുന്നു. എന്തൊരു നേതാവാണ്! അലിയാർ തങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളൊരു യാത്രയിൽ 3 പേര് ഒട്ടകത്തിന്റെ പുറത്താണ്, ഞങ്ങൾ 2 പേരും മാറി മാറി ഇങ്ങനെ കയറു പിടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മുത്തുനബി തങ്ങളെ ഊഴമെത്തുമ്പോൾ ഹബീബായ തങ്ങൾ ചാടിയിട്ട് താഴെറങ്ങാൻ, എന്നിട്ട് ഒട്ടകത്തിന്റെ കയറ് പിടിക്കുന്നു. ഞങ്ങൾ 2 പേരും മുകളിൽ.
നബി തങ്ങളോട് പറഞ്ഞു, നബിയെ വേണ്ട നബിയെ, അങ്ങിരുന്നോളൂ. ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഫലം എനിക്കും വേണം. ഇങ്ങനെ നമ്മൾ ഹബീബിനെ പകർത്തണം. അവിടുന്ന് അബ്ദായി ജീവിച്ചവരാണ്. വീട്ടിലെ ഭാര്യമാരോട് ചോദിക്കു നിങ്ങൾ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി പറയുന്നത് കാണാം, മാംസം കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് മാംസം കഷ്ണിച്ചു തരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് പച്ചക്കറികൾ നുറുക്കി തരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു അവിടുത്തെ പ്രകീർത്തിക്കുന്ന ഘട്ടം വരുമ്പോൾ മുഴുവനും അവിടുന്ന് അബ്ദെന്ന് പ്രയോഗിച്ചത് കാണാം. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ആ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മളെ അബ്ദിന് നമ്മൾ ഇറക്കി കൊടുത്ത ഖുർആൻ മുത്തുനബി തങ്ങൾക്ക് റബ്ബ് കൊടുത്ത മറ്റൊരു വിശേഷണമാണ്. അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര. അത് പറയുമ്പോൾ റബ്ബ് പറയുന്നത് നോക്ക് നിങ്ങൾ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. തൻ്റെ റബ്ബിനെയും കൊണ്ട് രാപ്രയാണം നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധവാനാണ്. അവിടെ മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് അബ്ദാണ്. നമ്മളും ഈ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഒരു അബ്ദാവാനാണ്. നമ്മുടെ ജീവിതം ഒരു അബ്ദാവണം. മുത്തുനബി തങ്ങളെ മദ്ഹ് നമ്മൾ പറയുന്ന ഈ മജ്ലിസ്, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന ഈ മജ്ലിസ്, ഓ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, നമുക്ക് പാലിക്കാനുള്ള സ്വഭാവം അവിടുന്ന് നമ്മൾ പച്ച മനുഷ്യരായി ജീവിക്കുകയാണ്. നമ്മൾ മനുഷ്യരിലേക്കിറങ്ങി മണ്ണിലേക്കിറങ്ങി മനുഷ്യനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം. അഹങ്കാരമില്ലാതെ അഹന്തയില്ലാതെ നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങി ജീവിക്കണം. അങ്ങനെയാണ് മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് വലിയ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മുത്തുനബി തങ്ങളിൽ വലിയ മാതൃകയുണ്ട്. നിങ്ങൾ ആരാണ്, ആർക്കാണ് മുത്തുനബി തങ്ങളിൽ മാതൃക? ഈ ആയത്തിന്റെ ബാക്കി നമ്മൾ പഠിക്കണം. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അന്ത്യനാൾ പ്രതീക്ഷിക്കുന്നവരാണോ നിങ്ങൾ? അല്ലാഹുവിൻ്റെ തൃപ്തി കാംക്ഷിക്കുന്നവരാണോ നിങ്ങൾ? അതുപോലെ വദക്കറല്ലാഹ കസീറാ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളം ഓർക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എന്നാൽ മുത്തുനബി തങ്ങളിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അവിടുത്തെ സ്വഭാവങ്ങൾ പകർത്തണം. അവിടുത്തെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പകർത്തേണ്ടത് അബ്ദാവാനാണ്. നമ്മളുടെ വീടുകളിൽ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ സാധാരണക്കാരെ പോലെ പ്രവർത്തിക്കണം. നമ്മുടെ ഉമ്മമാരെ മുമ്പിൽ നമ്മൾ കുട്ടികളാണ്, ഭാര്യമാരെ മുമ്പിൽ നമ്മൾ അവർക്ക് സ്നേഹമുള്ള ഭർത്താവാണ്. അവിടെ നമ്മൾ നേതാക്കളല്ല. നാട്ടുകാരെ മുമ്പിൽ നമ്മൾ നേതാവാണ്, സമുദായത്തിന് മുമ്പിൽ നമ്മൾ വലിയ ആളുകളാണ്. എന്നാൽ വീട്ടുകാരോട് നമ്മൾ ഏറ്റവും താഴ്മയോടെ ഏറ്റവും ഇണക്കത്തോടെ പെരുമാറാൻ കഴിയണം. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമനാരാണ്? നിങ്ങളെ വീട്ടുകാരിൽ ഏറ്റവും ഉത്തമനാരാണ്? ഭാര്യയുടെ അടുക്കൽ ഏറ്റവും നല്ല സ്വൽസ്വഭാവത്തിൽ പെരുമാറുന്നവനാരോ അവനാണ് ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ മുത്തുനബി തങ്ങളെ ജീവിതത്തിൽ പകർത്തണം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ്. അവിടത്തോടുള്ള മഹബത്തിന് നമുക്ക് അതിരുകളില്ല. വലിയ കടപ്പാട് മുത്തുനബി തങ്ങളോടുണ്ട്. നമ്മളെ സ്വന്തം ശരീരത്തെക്കാൾ നമ്മളോട് ഒട്ടി നിൽക്കുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്ത് ചൊല്ലണം.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് അവരെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ശരീരത്തെ നമ്മൾ എത്ര പരിഗണിക്കുന്നു, എത്ര ഭംഗി കൂട്ടുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ നൽകുന്നു. ഒരസുഖം വരുമ്പോഴേക്ക് നമ്മൾ പേടിച്ചുപോയി, ശരീരത്തിന് മുഴുവനും ചെക്കപ്പായി, അതിനെത്ര പണം ചെലവഴിക്കാനും നമുക്ക് കുഴപ്പമില്ല. എന്നാൽ ഈ ശരീരത്തെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, നമ്മളെ സർവസ്വത്തെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവിടുത്തെ സ്നേഹിക്കേണ്ട രൂപമാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഇത്തിബാഉ റസൂലില്ലാഹ്, മുത്തുനബി തങ്ങളെ ജീവിതത്തിൽ അങ്ങ് പകർത്തലാണ്. അവിടുന്ന് പ്രവർത്തിച്ചത് മുഴുവനും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കലാണ്. അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ പകർത്തലാണ്. അവിടുന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം കേട്ടോ. എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ അനുധാവനം ചെയ്താൽ നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപം റബ്ബ് പുറത്തു തരുന്നു. അപ്പോൾ മുത്തുനബി തങ്ങളെ ജീവിതം നമ്മൾ പഠിക്കണം, അവിടുത്തെ പാഠമാക്കണം, അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അനക്കത്തിലും മടക്കത്തിലും മുത്തുനബി തങ്ങൾ മാതൃകയാവണം. അങ്ങനെ ജീവിക്കൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബറിഞ്ഞൊന്ന് സ്നേഹിക്കൂ. എന്തൊരാനന്ദമാണ്. അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ്, നിങ്ങൾ നിങ്ങളെ മക്കളെ മുത്തുനബി തങ്ങളെ മദ്ഹൊന്ന് പഠിപ്പിക്ക്, മുത്തുനബി തങ്ങളെ മഹബ്ബത്തൊന്ന് പഠിപ്പിക്ക്. അങ്ങനെ മുത്തുനബി തങ്ങളെ മനസ്സിൽ മക്കളിൽ കയറ്റിക്കൊടുത്താൽ, അവരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ ഹബീബിനോടുള്ള പ്രണയം വന്നാൽ, അന്യപുരുഷനോട് പെൺകുട്ടികൾക്ക് പ്രേമം വരില്ല. നമുക്ക് മറ്റു കാര്യങ്ങളിൽ നമുക്ക് ടെൻഷനാവേണ്ടി വരില്ല. നമ്മുടെ മക്കൾ വഴികേടിലേക്ക് പോകില്ല. അതുകൊണ്ട് മക്കളെ നമ്മൾ മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് പഠിപ്പിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവാണ്. ഉമ്മത്തിനോട് വല്ലാത്ത കാരുണ്യം കാണിച്ച നേതാവാണ്. അവിടുന്ന് അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഫലം അവിടുന്ന് റബ്ബ് പറയുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. ഓ നബിയേ, അങ്ങേക്ക് റബ്ബ് ആവശ്യമുള്ളത് മുഴുവനും നൽകുകയാണ്. മുഴുവനും അങ്ങ് താല്പര്യപ്പെടുന്ന മുഴുവനും അല്ലാഹ് നൽകുന്നു. ഫതർലാ, അങ്ങനെ റബ്ബ് നൽകിയാൽ അങ്ങേക്ക് തൃപ്തിയാണ്, അങ്ങ് സന്തോഷവാനാണ്. ഇതങ്ങ് പറയുമ്പോൾ ഹബീബായ തങ്ങൾ ആലോചിക്കുന്നത് അവിടുത്തെ സംതൃപ്തിയല്ല, അവിടുത്തെ ഗുണങ്ങളും അനുഗ്രഹങ്ങളുമല്ല. ഉടനെ അവിടെന്ന് പറയുന്നു, ഇദം വല്ലാഹി ലാ അർളാവ വാഹിദിൻ മിൻ ഉമ്മതി ഫിന്നാർ. നമുക്ക് വലിയ പ്രതീക്ഷയുള്ള വാക്കാണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരനുയായിയും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും നരകത്തിൽ കിടക്കുന്ന കാലമത്രയും എനിക്ക് തൃപ്തിയില്ല അല്ലാ, ഞാൻ തൃപ്തനല്ല. ഇമാം റാസി ഇത് ഉദ്ധരിച്ചതു കാണാം. മുത്തുനബി തങ്ങൾ പറയുമ്പോൾ അല്ലാഹു അവിടത്തേക്ക് കൊടുക്കുന്ന ഓഫറുണ്ട്. ഈ ഉമ്മത്തിന് മുഴുവനും നരകത്തിൽ നിന്ന് മോചനം നൽകുന്നു. ഓ, നമുക്ക് വലിയ പ്രതീക്ഷയാണ്. മുത്തുനബി തങ്ങൾ അനുയായിയായി അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടു എന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ നമ്മളെ സ്നേഹിച്ച നേതാവാണ്, നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നേതാവാണ്. ഇനി ആഖിറത്തിൽ വരുമ്പോഴോ അവിടുന്ന് നമുക്ക് വേണ്ടി അംബിയാഇന്റെ പ്രാർത്ഥന അത് മാറ്റി
മാറ്റിവെച്ച നേതാവല്ലേ. അവിടുന്ന് എല്ലാ അമ്പിയാവിനും എല്ലാ നബിമാർക്കും അല്ലാഹു ഉത്തരം കിട്ടുമെന്നുറപ്പുള്ളൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ആ നേതാവിനെ കൽബറിഞ്ഞു സ്നേഹിക്കാൻ, മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കണ്ടില്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ച അവിടുത്തെ ഖാദിമാണല്ലോ. ചെറിയ കുട്ടിയാകുമ്പോൾ അവിടുത്തെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബി മദീനയിൽ ആളുകൾ മുഴുവനും അങ്ങേക്ക് ഗിഫ്റ്റുകൾ തരുന്നുണ്ട്, ഹദിയകൾ തരുന്നുണ്ട്, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല. ഇല്ലാ ഇബ്നി ഹദാ, ഈ കുഞ്ഞുമോനല്ലാതെ എനിക്ക് തരാനൊന്നുമില്ല നബിയേ. ഈ മോനെ അങ്ങേക്കു ഖാദിമായി തന്നിരിക്കുന്നു. അങ്ങനെ മുത്തുനബി തങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി ഏൽപ്പിച്ച അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് 10 വർഷക്കാലം ഹബീബിൻ്റെ ഖാദിമാണ്. ഭാര്യമാർക്കറിയാത്ത രഹസ്യം പോലും ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആളാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് മുത്തുനബി തങ്ങളെ കൂടെ ജീവിക്കുന്ന അനുഭവം എങ്ങനെ പറയുന്നത് കാണാം. എന്നോട് ഹബീബ് നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്നുപോലും, അത് ചെയ്തത് മോശമായി പോയി എന്നുപോലും ഒരു തവണ പോലും പറഞ്ഞില്ല. എന്തൊരു സ്വഭാവമാണ്, എന്തൊരു പെരുമാറ്റമാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നൊരു രംഗമുണ്ട്. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യശ്ഫഅ ലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എനിക്കൊന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് ഞാൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞു നോക്കി. അവിടെന്ന് പറഞ്ഞ ഫാഇലുൻ ഇൻഷാ അല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ശുപാർശ ചെയ്യും. ഉടനെ ഞാൻ ചോദിക്കുകയാണ്, ഫഅയ്ന അത്ലുബുക യൗമൽ ഖിയാമ, കോടാനുകോടി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിലെ മഹ്ശറിൽ വരുമ്പോ അങ്ങയുടെ കുഞ്ഞു പാവപ്പെട്ട അനസ് എവിടെ? അങ്ങ എങ്ങനെ തരയണം നബിയെ? എവിടെയാണ് അങ്ങ് അന്വേഷിക്കേണ്ടത്? ഈ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ, കോടാനുകോടി വിശ്വാസികൾക്ക് നടുവിൽ അങ്ങേ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെ തരയണം നബിയേ? അനസ് തങ്ങൾ ചോദിക്കുകയാണ്. അങ്ങേ കിട്ടില്ല എനിക്കെന്ന പ്രതീക്ഷയോടൊരു ചോദ്യമാണ്. അവിടുന്ന് മറുപടി പറഞ്ഞു നോക്ക്, അവ്വലമാ തതുൽബനി അലസ്സിറാത്ത്. ഓ അനസ് തങ്ങളെ, ആഖിറത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ തരയേണ്ടത് എവിടെയാണ്? അലസ്സിറാത്ത്, സിറാത്തിൻ്റെ അടുത്താണ്. എല്ലാ ജനങ്ങളും പരിഭ്രമിച്ചു പോകുന്ന സിറാത്തിൻ്റെ മുമ്പിൽ ആരാരുമില്ലാതെ ജനങ്ങൾ പേടിച്ച് നിൽക്കുന്ന സന്ദർഭം കണ്ടില്ലേ? തൊട്ട് മുമ്പിൽ കാണുന്നത് നരകമാണ്. ഒട്ടുമിക്ക ജനങ്ങളും അതാ നരകത്തിൽ ഇങ്ങനെ വീഴുന്നു. സിറാത്തിലേക്ക് കാല് വെക്കുമ്പോഴേക്ക് വീഴുന്നവരുണ്ട്, ഒരൽപ്പം സഞ്ചരിക്കുമ്പോഴേക്ക് വീഴുന്നവരുണ്ട്. മലായികത്ത് പിടിച്ച് വലിച്ച് താഴെയിടുന്നു. ഈ കാഴ്ച കാണുന്ന ജനങ്ങൾ മുഴുവനും വെപ്രാളത്തിലാണ്, പേടിയിലാണ്. ഹബീബായ തങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷയല്ലേ? അവിടെന്ന് പറയുന്നത് നോക്ക്, ആഖിറത്തിൽ നിങ്ങൾ എന്നാദ്യം തരേണ്ടത് ഈ സിറാത്തിൻ്റെ സമീപത്താണ്. ഞാൻ മുത്തുനബി തങ്ങൾ അവിടുന്ന് സിറാത്തിൻ്റെ ചാരെ അവിടുത്തെ ഉമ്മത്തിന് കാവലായി നിൽക്കുകയാണ്. അവിടുന്ന് അനസ് തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഫൈലം അൽഖിക അലസ്സിറാത്ത്, ഓ അങ്ങേ സിറാത്തിൻ്റെ ചാര ഞാൻ കണ്ടില്ലെങ്കിലോ? മുത്തുനബി തങ്ങൾ വതുലുബ്നി ഇൻദൽ
മീസാൻ. നിങ്ങൾ എന്നെ സിറാത്തിന്റെ ചാര കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് എവിടെയാ? സിറാത്തിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ മീസാനിന്റെ ചാരയാണ്. ജനങ്ങളുടെ നന്മതിന്മ തൂക്കുന്ന സന്ദർഭം, എല്ലാവരും ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സന്ദർഭം, മനുഷ്യനിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സന്ദർഭം, അവിടെ നമുക്ക് കാവലായി തുണയായി ഹബീബ് നിൽക്കുന്നു. വീണ്ടും മനസ്സ് തങ്ങൾ ചോദിക്കുന്നു, മീസാനിന്റെ പരിസരത്തും ഞാൻ കാണുന്നില്ലെങ്കിൽ എവിടെ തരയണം? അവിടെ നിന്ന് പറയുന്നു, ഫതുലുബിനി ഇന്ദൽ ഹൗലി. എന്നെ നിങ്ങൾ അവിടെ കാണുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഹൗലിൻ്റെ ചാരത്ത് നിങ്ങൾ നോക്കണം. ജനങ്ങൾ മുഴുവനും ദാഹിച്ച് അവശരായി നിൽക്കുമ്പോൾ, മനുഷ്യന് മുഴുവനും പേടിച്ച് നിൽക്കുന്ന സന്ദർഭം, എല്ലാവരും വിയർപ്പിൽ മുങ്ങുമ്പോൾ അവിടുത്തെ ഉമ്മത്തിന് വെള്ളം കൊടുക്കാൻ ഞാൻ ഹൗലിൻ്റെ ചാരത്തുണ്ടാകും കേട്ടോ. ഈ 3 സ്ഥലത്തല്ലാതെ നിങ്ങൾ എന്നെ അന്വേഷിക്കണ്ട. ഈ 3 സ്ഥലവും നമുക്ക് പ്രതീക്ഷയാണ്, ഉമ്മത്തിന് വേണ്ടി കാവലിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് വലിയ പ്രതീക്ഷയാണ് കൂട്ടുകാരെ. നമ്മൾ ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്, ഹബീബിനെ നമ്മൾ പാടിപ്പുകഴ്ത്തുന്നത്, അവിടുത്തെ മദ്ഹുകൾ പറയുന്നത്, ഈ മജ്ലിസിലടക്കം നമ്മൾ ഒട്ടനേകം മജ്ലിസുകളിൽ മുത്തുനബി തങ്ങൾ അപദാനങ്ങൾ പാടിപ്പറയുന്നത് ഈ പ്രതീക്ഷയിലാണ്. ആഖിറത്തിൽ നമുക്ക് കൈപിടിക്കാൻ ഒരു നേതാവ് വേണ്ടേ? ആഖിറത്തിൽ നമുക്കൊരു നേതാവില്ലേ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളഅയാ സയ്യിദി ഖൈറൻ നബി. ജനങ്ങൾ മുഴുവനും പേടിക്കുന്ന മഹ്ശറിൽ നമുക്ക് വേണ്ടി ഏറ്റവും വലിയ ശഫാഅത്ത് ചെല്ലുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ആ മുത്തുനബി തങ്ങൾ കാലങ്ങൾക്കിപ്പുറം കിടക്കുന്ന നമ്മളുടെ മനസ്സ് വായിക്കുകയാണ്, നമ്മളുടെ ചലനങ്ങൾ അറിയുകയാണ്, നമ്മുടെ വിഷമങ്ങൾ പരിഹരിക്കുകയാണ്. കണ്ടില്ലേ, ഇമാം ബുഖാരി തങ്ങളെ ശൈഖായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മദീനയിലെ മുദർരിസാണ്, മദീനയിലെ പ്രമുഖ പണ്ഡിതനാണ്. അവിടുന്ന് പറയുന്നത് കാണാം, അവിടുത്തെ സംഭവം, അവിടുത്തെ വഫാത്തിനു ശേഷം മകൻ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു വിദേശി വന്നിട്ട് പണം കൊടുക്കുന്നു, സൂക്ഷിക്കാൻ വദിയത്ത് സ്വത്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാം, ഞാൻ മദീനയിൽ നിന്ന് 1-2 വർഷങ്ങൾക്കു ശേഷം തിരിച്ചു പോകും, അപ്പോൾ എനിക്ക് പണം തന്നാൽ മതി. ഈ പണം കൊടുക്കുന്നു, മഹാനവറുകൾ ചെലവഴിക്കുന്നു. പക്ഷേ വന്നയാൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്ക് ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. പണം ചോദിച്ചു വരുമ്പോ ഇബ്നുൽ മുൻകദിർ തങ്ങളുടെ അടുക്കൽ ക്യാഷില്ല. അവിടുന്ന് മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. അവിടുന്ന് രാത്രി എല്ലാ ജനങ്ങളും ഇശാ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ പള്ളി മുഴുവനും ബന്ധിക്കുന്നു, വാതിലുകൾ അടക്കുന്നു. എന്നിട്ട് റൗളാ ഷരീഫിന്റെ മുമ്പിൽ വരുന്നു. അത് വല്ലാത്തൊരു മഖാമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലമാണ്. കഅബാലയത്തെക്കാൾ പവിത്രമുള്ള സ്ഥലമല്ലേ റൗളാ. മുത്തുനബി തങ്ങൾ മുഖം വെച്ച് കിടക്കുന്ന മണ്ണ് അത് വല്ലാത്തൊരു പവിത്രമായ മണ്ണാണ്. അവിടെ എത്തുമ്പോൾ കൽബ് പൊട്ടാത്ത മനുഷ്യരാരാ? അവിടെ എത്തുമ്പോൾ കരയാത്ത ജനങ്ങളാരാ? അവിടെ എത്തുമ്പോൾ വിങ്ങി മനസ്സ് പൊട്ടാത്തവരാരാണ്? ഹബീബായ തങ്ങളെ മുമ്പിലെത്തുമ്പോൾ ശൈഖ് റിഫായി തങ്ങൾ കരഞ്ഞു പോയില്ലേ? അൽഹംദുലില്ലാ, നമ്മുടെ തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്ന അല്ലാഹു ജല്ല ജലാലുഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഇൻഷാ അല്ലാഹ് ബുർദയിലേക്ക് കടക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് റൗളയുടെ മുമ്പിൽ വരികയാണ്. അവിടെ വരുമ്പോൾ എല്ലാവരുടെയും കൽബ് പൊട്ടുന്ന സ്ഥലമാണ്. ശൈഖ് റിഫായി തങ്ങൾ കരഞ്ഞിട്ട് കണ്ണുനീരൊലിപ്പിച്ച് റൗളയിൽ നിന്ന് ഹബീബായ തങ്ങളെ തിരുകരം വാങ്ങി ചുംബിച്ച സ്ഥലമല്ലേ. എത്ര മഹാന്മാരാണ് അവിടെ വന്ന് വിങ്ങിപ്പൊട്ടി പാട്ടുപാടിയത്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടെ വന്ന് കരഞ്ഞവരാണ്. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു, റൗളയുടെ മുമ്പിൽ വന്ന് ദൈനീ യാ റസൂലല്ലാഹ്, ദൈനീ യാ റസൂലല്ലാഹ്, നബിയേ എൻ്റെ കടം, നബിയേ എൻ്റെ കടം. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് റൗളയിൽ നിന്ന് അവിടുത്തെ തിരുകരം വരുന്നു. കയ്യിൽ അവിടെ നിന്നൊരു കീയുണ്ട്. ആ കീ വാങ്ങി എണ്ണി നോക്കുമ്പോൾ കൊടുക്കാനുള്ള പണം തികച്ചുണ്ട്. ഇങ്ങനെ ഈ കാലത്തെ ഉമ്മത്തിനെയും നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തുനബി തങ്ങളെ നമ്മൾ കൽബറിഞ്ഞു സ്നേഹിക്കണം, മനസ്സറിഞ്ഞു സ്നേഹിക്കണം. ആ മഹബ്ബത്ത് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? സ്വഹാബത്തിൻ്റെ സ്നേഹം എന്തൊരു സ്നേഹമാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, ഉഹദിൻ്റെ താഴ്വരയിൽ വരുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് ചുറ്റുപാടും ഇങ്ങനെ നടക്കുകയാണ്. അവിടത്തേക്ക് വല്ലതും പറ്റുമോ? എന്തൊരു പേടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചുറ്റുഭാഗവും ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിലെ ഒരു രോമത്തിനും പോറേൽക്കാൻ പാടില്ല. ഇത്ര വലിയ പ്രതീക്ഷയിൽ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചവരാണവർ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് മുഴുവനും ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. ഹബീബായ തങ്ങളെ മനസ്സറിഞ്ഞ് മഹബ്ബത്ത് വെക്കാൻ കഴിയണം. ഓ ഉമ്മമാരേ, മുത്തുനബി തങ്ങളെ കൽബിൽ സ്നേഹിച്ച് പ്രണയിച്ച് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. നമുക്ക് അവസാനം ഹബീബായ തങ്ങളെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉവൈസ് ഇബ്നു ആമിറിൽ ഖറനി അവിടുന്ന് വലിയ മഹാനാണ്, താബിഈകളിൽ പ്രമുഖനാണ്, യമനുകാരനാണ്. ഉവൈസ് ഇബ്നു ആമിറിൽ ഖറനി റളിയല്ലാഹു അൻഹു യമനുകാരനാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിനോടടുക്കുന്ന സന്ദർഭം അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിക്കുന്നു, സ്വഹാബത്തിനെ വിളിക്കുന്നു. അവരോട് പറഞ്ഞു, ഉവൈസ് എന്ന ആളുണ്ട്, യമനുകാരനാണ്, കർണ് ഗോത്രക്കാരനാണ്. അവർ മദീനയിൽ വന്നാൽ അവരെ കൈകൾ നിങ്ങൾ പിടിച്ചു ചുംബിക്കണം. എന്തേ കാരണം? ലഹു വാലിദത്തുൻ വഹുവ ബിഹാ ബർറുൻ, ഉമ്മാക്ക് ഗുണം ചെയ്ത മോനാണ് ആ ഉവൈസ് ഇബ്നു ആമിറിൽ ഖർനി. അവിടുന്ന് മുത്തുനബി തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചവരാണ്. ഉമ്മയോട് ഒരുപാട് തവണ സമ്മതം ചോദിക്കുന്നു, ഉമ്മ മദീനയിൽ കിടക്കുന്ന മുത്തുനബി തങ്ങൾ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, ഒന്ന് സ്വഹാബിയാവാൻ താല്പര്യമുണ്ട്, ഹബീബായ തങ്ങളെ ഒന്ന് കാണണം. അവിടുന്ന് ഉമ്മയോട് സമ്മതം ചോദിക്കുകയാണ്. ഉമ്മ പറയുന്നു, മോനെ, വാർദ്ധക്യമെത്തിയ ഞാൻ എങ്ങനെ സമ്മതം തരാനാണ്? എന്നെ പരിപാലിക്കാൻ ആരുമില്ലല്ലോ. അവിടുന്ന് വിങ്ങിയ മനസ്സുമായി യമനിൽ ജീവിക്കുമ്പോൾ ഉമ്മയെ അവിടുന്ന് സ്നേഹിച്ച് പരിപാലിച്ച് ജീവിക്കുന്ന മോനാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഉവൈസ് ഇബ്നു ആമിറിൽ ഖർനി തങ്ങൾ യമനിൻ്റെ പട്ടണത്തിലേക്ക് വരുന്നു. അവിടുന്ന് ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന.
നിങ്ങൾ മദീനയിൽ നിന്നാണോ വരുന്നത്? നിങ്ങൾ മദീനയിൽ നിന്നാണോ വരുന്നത്? ഏതു യാത്രാ സംഘത്തെ കണ്ടാലും ചോദിക്കുകയാണ്, നിങ്ങൾ മദീനയിൽ നിന്നാണോ? ആരെങ്കിലും ഒരാൾ മദീനയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നില തെറ്റുകയാണ്. അവിടെ നിന്ന് ഓടിച്ചെന്ന് അണഞ്ഞു പിടിച്ച് തുരുതുരാ ചുംബനം കൊടുക്കുകയാണ്. അവിടെ നിന്ന് ബോധരഹിതനായി വീഴുകയാണ്. എന്തൊരു മഹബത്താണ്! ഇത് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? മദീന കേൾക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഒരു നൊമ്പരം വരുന്നില്ലെങ്കിൽ, ഒരു വികാരം വരുന്നില്ലെങ്കിൽ, മദീന കണ്ട് മടങ്ങി വരുന്നവരെ കുറിച്ച് കാണുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് നീറ്റൽ വരുന്നില്ലെങ്കിൽ, ഹബീബായ തങ്ങളോട് പിന്നെ എന്തും മഹബത്താണ്, എന്താദരവാണ്! അതുകൊണ്ട് ചെറുപ്പക്കാരെ, മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ കൽബറിഞ്ഞ് സ്നേഹിച്ച് നമുക്ക് മദീന കൽബിൽ കൊണ്ട് നടന്ന് നന്നാവണം. സർവ്വ ഹറാമിൽ നിന്നും രക്ഷ വേണം. ഓ എൻ്റെ ഉപ്പമാരെ, നമ്മുടെ താടി രോമങ്ങൾ നരച്ചു പോയില്ലേ? നമ്മുടെ കൈകാലുകൾ ചുക്കിച്ചുളിഞ്ഞു പോയില്ലേ? മരണം മുഖാമുഖം കാണാൻ അവസരം എത്തിത്തുടങ്ങിയില്ലേ? സിഗ്നലുകൾ വന്നിട്ടും നമ്മുടെ കൽബിൽ ഇപ്പോഴും ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. ദുന്യാവിൻ്റെ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഇപ്പോഴും നമ്മളെ മതിക്കുകയാണ്. നമുക്കുള്ള വാഹനത്തിൻ്റെ സ്റ്റൈല് പോരാ, വീടിൻ്റെ ഭംഗി പോരാ, നമ്മളിപ്പോഴും ദുന്യാവിൽ അലയുകയാണ്. നമ്മൾ ഈ മുത്തുനബി തങ്ങളൊന്ന് മനസ്സറിഞ്ഞ് മഹബത്ത് വെച്ച് നോക്ക്. ഉമ്മമാരെ, ഒന്ന് സ്വലാത്തു ചൊല്ലി നോക്ക്. എന്തൊരു റാഹത്തുള്ള ജീവിതമാണ്! അവിടുത്തെ ഒന്ന് കാണണ്ടേ? സ്വഹാബത്തിങ്ങനെ കത്തിജ്വലിക്കുന്ന 14-ാം രാവിൻ്റെ ചന്ദ്രനെ നോക്കി മുത്തുനബി തങ്ങളെ മാറി മാറി നോക്കിയിട്ട് അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബി തങ്ങളോട് മത്സരിക്കാൻ ഈ ചന്ദ്രനില്ല. അവിടുത്തെ മുഖം എന്തൊരു പൗർണമിയാണ്, എന്തൊരു ഭംഗിയാണ്! അവിടുത്തെ കൈകൾ ഇങ്ങനെ സ്പർശിച്ച സ്വഹാബത്ത് പറഞ്ഞില്ലേ, മാമസിസ്തു ദീപാജൻ വലാ ഹരീറൻ മിന്നൽ യനികഫി റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈയിനേക്കാൾ മാർദ്ദവമുള്ളൊരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല. അവിടുത്തെ സുഗന്ധമോ മിസ്കിൻ്റെ സുഗന്ധമാണ്. അവിടുത്തെ ഉമിനീരും അവിടുത്തെ വിയർപ്പും എന്തൊരു സുഗന്ധമാണ്! ആ നേതാവിനെ കാണണ്ടേ? സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ നമുക്ക് കാണണം. എത്ര സാധാരണക്കാർ കണ്ടുപോയി! ഉമ്മമാരെ, എത്ര വീട്ടിൽ ജോലിയെടുക്കുന്ന സാധുക്കളായ ഉമ്മമാർ കണ്ടുപോയി! നമുക്ക് ഹബീബിനെ കൺകുളിർക്ക കാണണം. മുഹമ്മദ് ബിൻ അബീ ബക്കർ എന്നൊരു ചെറുപ്പക്കാരൻ, അവിടുന്ന് ദിനേ 1000 സ്വലാത്തു ചൊല്ലുന്ന കൂട്ടുകാരനാണ്. 1000 സ്വലാത്ത് പതിവുള്ള ചെറുപ്പക്കാരനാണ്. അവിടുന്ന് പറയുന്നു, ഞാനങ്ങനെ സ്വലാത്തു ചൊല്ലി ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോ ഹബീബായ തങ്ങൾ എൻ്റെ റൂമിലേക്ക് വരുന്നു. നബി തങ്ങളെ കണ്ടപാടെ ഞാനങ്ങ് എഴുന്നേറ്റ് നിന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇഫ്തഹ് ഫാക, നിങ്ങളെ വായൊന്ന് തുറക്കുമോ? എനിക്കൊരു ചുംബനം തരാനാണ്. ഫസ്തഹയൈതു, എനിക്ക് ലജ്ജ വന്നുപോയി. നബി തങ്ങൾ എന്നോട് വായിൽ ചുംബിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കവിൾത്തടം കാണിച്ചു കൊടുത്തു. ഹബീബായ തങ്ങൾ എൻ്റെ കവിളിലങ്ങ് ചുംബനം തന്നു.
ഞാൻ ആ ചുംബനം കിട്ടി. ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ എഴുന്നേറ്റു. റൂം മുഴുവനും പ്രകാശമാണ്, മിസ്കിൻ്റെ സുഗന്ധമാണ്. 2 ആഴ്ച കാലം എൻ്റെ കവിൾ തടവും എൻ്റെ റൂമും ഹബീബിൻ്റെ മിസ്കിൻ്റെ സുഗന്ധമാണ്. ഓ ചെറുപ്പക്കാരാ, നമുക്ക് ഹബീബിനെ കാണണം, ഖൽബ് നന്നാവണം. സർവ്വ ഹറാമിൽ നിന്നും വിട്ടുനിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് മാറി അല്ലാഹുവിനെ ഭയപ്പെട്ട് റബ്ബിനെ പേടിച്ച് തഖ്വയോടെ ജീവിക്കൂ. സ്വലാത്തു ചൊല്ലി ചൊല്ലി മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് വെച്ച് അങ്ങനെ റസൂലുള്ളാഹിനെ കാണണം. അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളും പാകപ്പിഴവുകളും എല്ലാം പരിഹരിക്കണേ അല്ലാഹ്. ഹബീബിനെ കാണാൻ ഞങ്ങളെ ഖൽബാണ് തടസ്സമെങ്കിൽ ആ ഖൽബൊന്ന് നന്നാക്കി താ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങളാണ് തടസ്സമെങ്കിൽ ആ പ്രവർത്തനങ്ങളൊന്ന് നന്നാക്കി നൽകുക അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, വിട പറഞ്ഞുപോയ സർവർക്കും നീ മഗ്ഫിറത്ത് നൽകുക അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുക അല്ലാഹ്. ഞങ്ങളെ സംഘടനാ പ്രവർത്തകർ, നേതാക്കൾ, കൂട്ടുകാർ എല്ലാവർക്കും ദീനിൻ്റെ ഖിദ്മത്തുകൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തണം അല്ലാഹ്.